നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. കേന്ദ്ര സർക്കാരിന് കീഴിലൊരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് കൺട്രോളിന് കീഴിലുള്ള സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിലവിലുള്ള സ്ഥിരം വേക്കൻസികളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളതിലേക്ക് ഏപ്രിൽ 28 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലാണ് ഈ വേക്കൻസി. അതിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ടുള്ള ലിങ്ക് https:/online-app.iitd.ac.in എന്ന സൈറ്റ് വഴി വേണം. നിങ്ങൾക്ക് ആപ്പ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. സ്ഥിര നിയമനമാണെന്ന കാര്യം മനസ്സിലാക്കുക. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2025 ഏപ്രിൽ 7 മുതൽ ഏപ്രിൽ 28 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പോസ്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഒന്നാമത് സയന്റിസ്റ്റ് ബിമാരുടെ 10 ഒഴിവുകളുണ്ട്. 22 ഒഴിവുകളുണ്ട് ആകെ സയന്റിസ്റ്റ് ബിമാരുടെ. 35 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 56,100 മുതൽ 1,77,500 എന്ന സ്കെയിലേക്ക് ശമ്പളം ലഭിക്കുക. അസിസ്റ്റന്റ് ലോ ഓഫീസർമാരുടെ ഒരു ഒഴിവ് 30 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. സീനിയർ ടെക്നിക്കൽ സൂപ്പർവൈസറുടെ 2 ഒഴിവുണ്ട്, അത് 30 വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയും. സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റുമാരുടെ 4 ഒഴിവുണ്ട്, അതിന് 30 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ടെക്നിക്കൽ സൂപ്പർവൈസർ 5 വേക്കൻസികളുള്ള 30 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അസിസ്റ്റന്റ് 4 വേക്കൻസിയുള്ളത്, അതിന് 30 വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയും. അക്കൗണ്ട്സ് അസിസ്റ്റന്റ് 2 വേക്കൻസി, ജൂനിയർ ട്രാൻസ്ലേറ്റർ 1, സീനിയർ ഡ്രാഫ്റ്റ്സ്മാൻ 1, ഇതിനെല്ലാം 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ജൂനിയർ ടെക്നീഷ്യന്മാരുടെ 2 ഒഴിവുണ്ട്, 18 മുതൽ 27 വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയും. സീനിയർ ലബോറട്ടറി അസിസ്റ്റന്റ്മാരുടെ 2 ഒഴിവുണ്ട്. അപ്പർ ഡിവിഷൻ ക്ലർക്കുമാരുടെ 8 ഒഴിവുണ്ട്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരുടെ 1 ഒഴിവുണ്ട്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 3 ഒഴിവാണുള്ളത്. ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് 2 ഒഴിവ്. അതേപോലെ ലോവർ ഡിവിഷൻ ക്ലർക്കുമാരുടെയും 5 ഒഴിവുണ്ട്. ഫീൽഡ് അസിസ്റ്റന്റ് 1 ഒഴിവ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ 3. ഇതിലെല്ലാം 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനിയും ഉയർന്ന പ്രായപരിധിയിൽ SC/ST-കാരാണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രിമിനലുള്ളവർക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് അവരുടെ സർവീസ് അനുസരിച്ച് 5 വർഷം വരെയും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്തെല്ലാമാണെന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ ഇപ്പോൾ സയന്റിസ്റ്റ് ബി പോസ്റ്റിലേക്ക് വരുന്ന ആദ്യത്തെ വേക്കൻസി. അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. ഏതെങ്കിലും വിഷയത്തിലുള്ള അത് വിഷയം തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് 4 പോസ്റ്റ്, സിവിൽ എഞ്ചിനീയറിംഗ് 3 പോസ്റ്റ്, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് 2 പോസ്റ്റ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് 1 പോസ്റ്റ്, മെക്കാനിക്കൽ 1, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 1, കമ്പ്യൂട്ടർ സയൻസ് 1, ഇൻഫർമേഷൻ ടെക്നോളജി 1, അങ്ങനെയാണ് 10 വേക്കൻസികളാണ് ഉള്ളത്. എംടെക് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അല്ലെന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കെമിസ്ട്രിയിൽ ഉള്ളവർക്ക് 3 പോസ്റ്റും, എൻവയോൺമെന്റ് സയൻസ് 3 പോസ്റ്റും, മൈക്രോബയോളജി 2 പോസ്റ്റും ഉണ്ട്. അവർക്ക് നെറ്റ് ക്വാളിഫൈഡും PhD ആണെങ്കിൽ അവർക്കും പ്രിഫറൻസ് ലഭിക്കും. അസിസ്റ്റന്റ് ലോ ഓഫീസർ പോസ്റ്റിലേക്ക് ബാച്ചലർ ഓഫ് ലോയും 5 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ജുഡീഷ്യൽ കോർട്ടിലുള്ളത്. സീനിയർ ടെക്നിക്കൽ സൂപ്പർവൈസർക്ക് ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിലെ 1 വേക്കൻസിയും, അതുപോലെ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് 1 പോസ്റ്റുമാണുള്ളത്. 3 വർഷത്തെ പ്രവൃത്തി പരിചയം BTech ആയി ഉണ്ടായിരിക്കണം. സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് മാസ്റ്റേഴ്സ് ഡിഗ്രി സയൻസിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിയും 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ടെക്നിക്കൽ സൂപ്പർവൈസർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓരോ വേക്കൻസികളുള്ളതും, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് 2 പോസ്റ്റും, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 1 പോസ്റ്റുമാണുള്ളത്. അപ്പോൾ ഇത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഈ പറഞ്ഞ സബ്ജക്റ്റുകളിൽ വേണം. അതോടൊപ്പം 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം മതിയാകും. ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിൽ 35 വേർഡ്സ് പെർ മിനിറ്റും സ്പീഡ്, ഹിന്ദിയിലാണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് സ്പീഡ് ഉണ്ടായിരിക്കണം. അതാണ് ക്വാളിഫിക്കേഷൻ. അക്കൗണ്ട്സ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് BCom ബിരുദമാണ് ചോദിച്ചിരിക്കുന്നത്. 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. ജൂനിയർ ട്രാൻസ്ലേറ്റർ പോസ്റ്റിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഹിന്ദിയോ ഇംഗ്ലീഷിലോ, ഹിന്ദി പഠിച്ചിരിക്കുക, ഹിന്ദിയിലോ മാസ്റ്റേഴ്സ് ബിരുദം, അതോടൊപ്പം ഇംഗ്ലീഷിൽ കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇംഗ്ലീഷും ഹിന്ദിയും കമ്പൽസറി സബ്ജക്റ്റ് ആയി പഠിച്ച് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. സീനിയർ ഡ്രാഫ്റ്റ്സ്മാരുടെ ഒഴിവിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗിലെ ബിരുദമാണ്. 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. ജൂനിയർ ടെക്നീഷ്യന്മാരുടെ പോസ്റ്റിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും.
സീനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് 12ാം ക്ലാസ് സയൻസ് പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. 3 വർഷത്തെ പ്രവൃത്തി പരിചയം ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി സയൻസ് ഉണ്ടെങ്കിൽ അതൊരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പർ ഡിവിഷൻ ക്ലർക്കുമാർക്കും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ടൈപ്പിംഗ് സ്പീഡുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷിൽ 35 വേർഡ്സ് പെർ മിനിറ്റും ഹിന്ദി ആണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റും സ്പീഡാണ് പറഞ്ഞിട്ടുള്ളത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് 12ാം ക്ലാസ് പാസ്സായിരിക്കുകയാണ്. അതുപോലെ ഡാറ്റ എൻട്രിയിലുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് 12ാം ക്ലാസ്സും അതുപോലെ അതിനുശേഷം സ്കിൽ ടെസ്റ്റ് ആണ്. ഡിഗ്രി 10 മിനിറ്റിൽ 80 വേർഡ്സ് ചെയ്യേണ്ടി വരും. അതാണ് അതിനുവേണ്ട യോഗ്യത പറഞ്ഞിട്ടുള്ളത്. ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് 12ാം ക്ലാസ് സയൻസ് വെച്ച് പാസ്സായവരായിരിക്കണം. ഡിഗ്രി ഉള്ളവർക്കാണ് മുൻഗണന ലഭിക്കും. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ്. ലോവർ ഡിവിഷൻ ക്ലാസ്സിലേക്കും 12ാം ക്ലാസ്സും ഇംഗ്ലീഷ് ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ്സ് പെർ മിനിറ്റും ഹിന്ദിയാണ് 30 വേർഡ്സ് പെർ മിനിറ്റുമാണ് അതിന് വേണ്ടി യോഗ്യത. ഫീൽഡ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ 12ാം ക്ലാസ് സയൻസ് കഴിഞ്ഞവർക്ക് മുൻഗണന ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്കും 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലാതെ പിന്നെ IT, ഇലക്ട്രിക്കലിലോ മെക്കാനിക്കലിലോ പ്ലംബറിലോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇത്രയുമാണ് ക്വാളിഫിക്കേഷൻസ് വിവിധ പോസ്റ്റുകളിലേക്കുള്ളത്. അതുപോലെ അപേക്ഷാ ഫീസ് ഉണ്ട്. അപേക്ഷാ ഫീസ് 2 മണിക്കൂർ എക്സാം ഉള്ളതാണെങ്കിൽ 750 രൂപയും 750 രൂപ ടെസ്റ്റ് സെഷൻ ഉൾപ്പെടെ 1000 രൂപയാണ് അപേക്ഷാ ഫീസ്. 1 മണിക്കൂർ എക്സാം ഉള്ളതിന് 500 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC ST കാറ്റഗറികളും ഡിസബിലിറ്റി ഉള്ളതും എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സും വനിതാ കാൻഡിഡേറ്റ്സും ഫീസ് കൊടുക്കേണ്ടതില്ല. ബാക്കിയുള്ളവർ മാത്രം ഫീസ് കൊടുത്താൽ മതി. എന്നാൽ രജിസ്റ്റർ ചെയ്യുന്നത് ടെസ്റ്റ് സെഷൻ ഫീ ആയിട്ട് 250 രൂപയും 2 മണിക്കൂറിനും 1 മണിക്കൂർ പരീക്ഷയുടെ 150 രൂപ എല്ലാവരും പൈസ അത് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഓൺലൈനുള്ള വെബ്സൈറ്റ് എന്നുള്ളത് www.cpcb.nic.in എന്ന സൈറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്സാമിനേഷൻ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻസിലെ മിനിമം കാര്യങ്ങൾ മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.